ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചാർജ്ഡ് ഷീറ്റിൽ നിന്നും ഡിസ്റ്റൻസ് അകലത്തിലായി ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഷീറ്റിൽ നിന്നും ഡിസ്റ്റൻസ് അകലത്തിലായി ഈ പെന്നിരിക്കുന്ന പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ പെന്നിരിക്കുന്ന പോയിന്റിൽ ഈ ചാർജ്ഡ് ഷീറ്റ് മൂലം എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അനുഭവിക്കും, അതാണ് ഗോസ് തിയറത്തിന്റെ ഇന്നത്തെ ആപ്ലിക്കേഷനിലൂടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു ചാർജ്ഡ് ഷീറ്റ് ഓഫ് പേപ്പറിൽ നിന്നും എത്രത്തോളമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സാധ്യമാകുന്നത് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റിൽ. ആ ഷീറ്റ് ചുമ്മാതുള്ളതുമല്ല, ഒരു ഇൻഫിനിറ്റ്ലി ലാർജ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ആയിരിക്കണം. അപ്പോൾ ഗോസ് തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലാർജ് ഷീറ്റ് ഓഫ് ചാർജ്. അപ്പോഴേ ഞാൻ ഉണ്ടാക്കിയ ഈ ചാർജ്ഡ് ഷീറ്റ് ഓഫ് പേപ്പർ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയല്ലേ. അതായത് അത്രത്തോളം വലുതാണ്, ഇൻഫിനിറ്റ് ആയിട്ട് വലുപ്പമുള്ള ഒരു ചാർജ്ഡ് ഷീറ്റാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. നമ്മുടെ കണ്ണിന് വെച്ച് നോക്കുമ്പോൾ അതിന് എത്രത്തോളം വലുപ്പമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിന്റെ ദൂരം വെച്ച് നോക്കുമ്പോൾ ഈ ഷീറ്റ് എത്രത്തോളം വലുതാണ്, അത്രയുള്ള ഈ ഇൻഫിനിറ്റ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ അതങ്ങ് വലിയ വലുപ്പമാകണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ ഷീറ്റിന്റെ ഒരു കുഞ്ഞി ഭാഗം നമുക്ക് പേപ്പറിലോട്ടൊന്ന് മാർക്ക് ചെയ്തേക്കാം അല്ലേ. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫിഗർ ആയിട്ട് പേപ്പറിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പൊ എനിക്ക് അത്രയും വലുപ്പത്തിലൊന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഷീറ്റിന്റെ ഒരു കുഞ്ഞി ഭാഗം ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പ്ലെയിൻ ഓഫ് ഷീറ്റ് എനിക്ക് 3 ഡയമെൻഷനിൽ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് 3 ഡയമെൻഷനായിട്ട് തോന്നും. അതിൽ ഞാൻ മുമ്പ് കാണിച്ചേക്കുന്ന പോലെ പ്ലസ് ചാർജുകൾ ഇങ്ങനെ യൂണിഫോം ആയിട്ട് പ്ലേസ് ചെയ്യുകയാണ്. ഈ ഷീറ്റിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ എന്താണ്, ഈ ഷീറ്റിൽ നിന്നും ഡിസ്റ്റൻസ് അകലത്തിലായി ഞാൻ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ പോയിന്റിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ ഷീറ്റ് മൂലം സാധ്യമാകും, അതാണ് ഗോസ് തിയറം വഴി എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഷീറ്റിൽ നിന്നും ഡിസ്റ്റൻസ് അകലത്തിലായി, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നല്ലേ, ഡിസ്റ്റൻസ് അകലത്തിലായി പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിന്മേൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സാധ്യമാകും, ഇത് ഗോസ് തിയറം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇനി ഞാൻ എന്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന എന്താണെന്നോ, നിങ്ങൾ നോക്കിയേ, എന്റെ ഈ കൈ ആണെങ്കിൽ ഒരു ചാർജ്ഡ് കണ്ടക്ടർ ആണെന്ന് അങ്ങ് സങ്കല്പിക്കുക, ഒരു ഷീറ്റായിട്ട് അങ്ങ് സങ്കല്പിക്കുക. അതിനെ നമ്മൾ സൈഡ് വ്യൂ കൂടെ നോക്കുമ്പോൾ എങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പൊ ഈ ഒരു ചാർജ്ഡ് ഷീറ്റിനെയും ഞാൻ അങ്ങനെ ഒന്ന് കാണാൻ പോവുകയാണ്. അതായത് ഈ സൈഡ് വഴിയായിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും, ഈ ഷീറ്റ് നേരെ ഇങ്ങനെ അങ്ങ് വരുമെന്ന് നമുക്ക് അങ്ങ് കരുതാം. ഇതിന്റെ സൈഡ് വ്യൂ, ഇങ്ങനെ ഇരുന്ന ഷീറ്റിനെ ഞാൻ ഇങ്ങനെ അങ്ങ് കാണുന്നതേ ഉള്ളൂ. അതായത് ഈ സർഫസിൽ ഇങ്ങനെ പ്ലസ് ചാർജുകളായിരിക്കും. അതോടൊപ്പം ഒരു കാര്യമുണ്ട്, എപ്പോഴും ഒരു സർഫസിൽ നിന്ന്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചാർജുകൾ എംബഡ് ചെയ്തിരിക്കുന്ന ഒരു സർഫസിൽ നിന്നും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ എങ്ങനെയാ വരുന്നതെന്ന് അറിയാവോ? നിങ്ങൾ ഈ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് ഒക്കെ ഇല്ലേ, ടൂത്ത് ബ്രഷിൽ നിന്നും ആ ബ്രിസിൽസ് എങ്ങനെയാണ് പുറത്തേക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചീപ്പില്ലേ, ഞാൻ ഇവിടെ എന്റെ പെങ്ങടെ കയ്യിൽ നിന്നും ചീപ്പിങ് തട്ടിയിട്ടുണ്ട്, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ലൈൻസ് കാണിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്. സമയത്ത് എത്തിച്ചില്ലെങ്കിൽ എനിക്ക് തട്ട് കിട്ടും, അതുകൊണ്ട് ഇപ്പം തട്ടിയത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം. ഇങ്ങനെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡിറക്ഷൻ. കണ്ടോ, ഇങ്ങനെ സൈഡിലായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഒരു ഷീറ്റിൽ, അതൊരു കണ്ടക്ടർ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അവിടെ ഞാൻ കാണുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോകുന്നത്. ഇവിടെ കുറെ പോസിറ്റീവ് ചാർജുകൾ, അവിടെ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തേക്ക് യൂണിഫോം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഈ ഷീറ്റിൽ നിന്നും പുറത്തേക്ക് യൂണിഫോം ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് യൂണിഫോം ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അതോടൊപ്പം ഈ പോസിറ്റീവിൽ നിന്നും അങ്ങോട്ടും പോകും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് അവേ ഫ്രം ദി പ്ലസ് ചാർജസ്, പോസിറ്റീവ് ചാർജസ്. അപ്പോഴേ ഇതേ ഷീറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റിൽ നിന്നും ഞാൻ പറയുകയുണ്ടായി, ഡിസ്റ്റൻസ് അകലത്തിലായി ഒരു പി പോയിന്റ് കൺസിഡർ ചെയ്തല്ലേ. അപ്പോൾ ഇവിടെയും ഡിസ്റ്റൻസ് അകലത്തിലായി അതേ പോയിന്റ് തന്നെ എനിക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? ഇത്രയും നേരം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിന് ചുറ്റുമായി ഒരു കുഞ്ഞ് ഗോസിയൻ സർഫസ് അങ്ങ് അസ്യൂം ചെയ്യുക. ഇവിടെയും സിമെട്രിക് ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിനെയാണ് ഗോസിയൻ സർഫസ് ആയി അസ്യൂം ചെയ്യേണ്ടത്. അതെങ്ങനെ വരയ്ക്കുമെന്ന് നമുക്ക് കാണാം. ഈ പോയിന്റ് പിയിൽ കൂടി ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിനെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ? ഈ ചാർജ്ഡ് ഷീറ്റ് തുളച്ചു പോകത്തക്ക രീതിയിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കുഞ്ഞു ഗോസിയൻ സർഫസിനെ
പോയിന്റ് പിയിൽ കൂടി ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതപ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക? തണ്ട് ഈ ചാർജ്ഡ് ഷീറ്റിന്റെ ഉള്ളിൽ കൂടി തണ്ട് ഇങ്ങനെയായിരിക്കും ഗോസിയൻ സർഫസ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യുക പോകുന്നത്. അല്ലെ, എന്റെ കൈ കൊണ്ടായിരുന്നു ഞാൻ ആദ്യ ഉദാഹരണം കാണിച്ചത് അല്ലേ. ഇതാണ് എന്റെ പ്ലെയിൻ ഓഫ് ഷീറ്റ്. അവിടെ നിന്ന് എങ്ങനെയായിരിക്കും പോവുക? ഇങ്ങനെയാണ് നമ്മളിപ്പോ ഇതിനെ കണ്ടേക്കുന്നത്. ഇങ്ങനെ പോകുന്നതിന് തണ്ട് ഇങ്ങനെ അങ്ങ് വെക്കുക. ഒരു മാജിക് അല്ലേ, കൈ തുളച്ച് ഇങ്ങനെ സിലിണ്ടറിക്കൽ സർഫസ് ഇങ്ങനെ ഗോസിയൻ സർഫസ് ആയിട്ട് പോവുകയാണ്. ഇവിടെ പോയിന്റ് പി ഇരിക്കുന്നു, ഇവിടെയും അതേപോലെ തന്നെ ഗോസിയൻ സർഫസ് r ഡിസ്റ്റൻസ് അകലത്തിലായി ആ ഒരു സിലിണ്ടറിക്കൽ സർഫസിനെ മാർക്ക് ചെയ്തു. ഞാൻ പറയുകയുണ്ടായി, ഇതൊരു വലിയ ചാർജ്ഡ് ഷീറ്റ് ആണ്. ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള വലിയ ലാർജ് ഷീറ്റിന്റെ ചാർജുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടേറിയ ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളമാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്റെ ഒരു ടേം ഉണ്ട്. ആ ടേമിനെ ചാർജ് ഡെൻസിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കാം. ഇവിടെ ഈ ഷീറ്റ് എന്ന് പറയുന്നത് കണ്ട് നോക്കിക്കേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെങ്ത് വൈസ് ആയിരുന്നു നമ്മൾ പ്രോബ്ലം ചെയ്ത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒരു സർഫസ് ആണ് എന്റെ തന്നിരിക്കുന്നത്. ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ഏരിയൽ സർഫസ് ആണ്. അതിനാൽ തന്നെ ഈ ഒരു ഷീറ്റിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ഒരു ചെറിയ ഭാഗത്തിൽ എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ചാർജസ്, അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എനിക്ക് ഏരിയൽ ചാർജ് ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയൽ ചാർജ് ഡെൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സിഗ്മയാണ്. സിഗ്മ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എത്രത്തോളം ചാർജ് ആണ് ഏരിയയിലുള്ളത്. അപ്പോൾ Q ഡിവൈഡഡ് ബൈ ആ പ്രത്യേക ഏരിയ. അപ്പോൾ ഈ സിഗ്മയുടെ വാല്യൂ Q/A എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ ചാർജിന് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഇൻറ്റു എ, ഏരിയൽ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ആ തന്നിരിക്കുന്ന പ്രത്യേക ഏരിയ. ഇതാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഈ ക്യൂവിന്റെ വാല്യൂ വേണം, സിഗ്മ എ എന്ന് പറയുന്ന വാല്യൂ വേണം ഇനി വരുന്ന ഗോസസ് തിയറത്തിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ. എങ്ങനെ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽസ് Q/ε0. അതാണല്ലോ ഗോസ് തിയറം. അവിടെ ഉപയോഗിക്കുന്ന ക്യൂവിന് പകരം ക്യൂ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ സിഗ്മ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഏരിയൽ ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആയപ്പോൾ നമ്മൾ ലാംഡ ആയിരുന്നു ഉപയോഗിച്ചത്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വലിയൊരു ബോൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അവിടെ വോളിയം ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അവിടെ വരുമ്പോൾ വോളിയം ചാർജ് ഡെൻസിറ്റി. ഇവിടെ സർഫസ് ഏരിയ ആയതുകൊണ്ട് ഏരിയൽ ചാർജ് ഡെൻസിറ്റി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ 3 ആപ്ലിക്കേഷൻ പഠിക്കുന്നത്, ലെങ്ത് വൈസ്, ഏരിയ വൈസ്, വോളിയം വൈസ്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ആയതുകൊണ്ട് ഏരിയൽ വൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോസ് തിയറം അല്ലെങ്കിൽ ഇതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് കാര്യങ്ങളിലേക്ക് നമുക്കിപ്പോ ഒന്ന് കടക്കാം. സംഭവം എന്റെ ഷീറ്റിന്റെ പടം ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് സിലിണ്ടറിക്കൽ സർഫസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏരിയയുടെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഏരിയയുടെ ഡിറക്ഷൻ നോർമൽ ആയിരിക്കും, സർഫസിന് നോർമൽ ആയിരിക്കും. അതായത് നേരെ അങ്ങോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അതായത് പുറത്തേക്കായിരിക്കും ഞാനൊരു കൺസിഡർ ചെയ്യുന്ന കുഞ്ഞി ഏരിയയുടെ ഡിറക്ഷൻ. അത് നിങ്ങൾക്കറിയാം, എപ്പോഴും നോർമൽ ടു ദി സർഫസ് ആയിരിക്കും ഏരിയ വെക്ടറിന്റെ ഡിറക്ഷൻ. അപ്പോൾ ഡി എസിന്റെ ഡിറക്ഷൻ എപ്പോഴും നോർമൽ ടു ദി സർഫസ്. അതോടൊപ്പം ഈ പച്ച ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്ന എല്ലാം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷനുമാണ്. അപ്പോൾ ഡി എസും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ എത്രയാണ്? തീറ്റ ഈക്വൽസ് 0 ഡിഗ്രി ആണ് മേക്ക് ചെയ്യുന്നത്. ഏത് സർഫസിൽ? ഈ ഒരു സർഫസിൽ, ഈ ഗോസിയൻ സർഫസിന്റെ മുകൾ ഭാഗത്തും അതോടൊപ്പം തന്നെ ഈ ഭാഗത്തിലും. ഈ ഭാഗത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അവിടേക്കാണ് പോകുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ ഇവിടെ ഞാനൊരു കുഞ്ഞ് ഏരിയ ഡി എസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോകുന്ന ഒരു കുഞ്ഞ് ഡി എസ് ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്തായിരിക്കും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ? നോർമൽ ടു ദി സർഫസ്, അതായത് നേരെ പുറത്തേക്ക്, അതേ ഡിറക്ഷനിൽ തന്നെ. അപ്പോൾ ഇവിടെയും തീറ്റ ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. അതായത് സിലിണ്ടറിലെ ടോപ്പ് സർഫസിലെയും ലോവർ സർഫസിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഏരിയ വെക്ടറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ, ലാറ്ററൽ സർഫസ്, സിലിണ്ടറിന്റെ ഈ കേർവ്ഡ് സർഫസ്, ഈ കേർവ്ഡ് സർഫസിലെ ഡി എസിന്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡി എസ് ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ഡി എസ് മാർക്ക് ചെയ്യുകയാണെന്ന് വെച്ചു. എപ്പോഴും ഏരിയ വെക്ടറിന്റെ ഡിറക്ഷൻ നോർമൽ ടു ദി സർഫസ് ആയിരിക്കും, അതായത് നേരെ മുകളിലേക്കായിരിക്കും. അപ്പോൾ ഡി എസിന്റെ ഡിറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ മുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ താഴേക്കായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ ഇങ്ങോട്ടും ഡി എസിന്റെ ഡിറക്ഷൻ താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. അതായത് കേർവ്ഡ് സർഫസ് ഓഫ് എ സിലിണ്ടറും അവിടുത്തെ ഡി എസും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും കൂടെ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇതാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്നും ലഭിക്കുന്ന തീറ്റ വാല്യൂസ്. ഇവിടെ ആദ്യമേ നമുക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് ഈ ക്ലോസ്ഡ് സർഫസിൽ നിന്നും ഉണ്ടാകുന്ന
ഇലക്ട്രിക് ഫ്ലക്സ്, ഈ അകത്ത് കിടക്കുന്ന ചാർജ് മൂലം ഈ ക്ലോസ്ഡ് സർഫസിൽ അനുഭവിക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്രത്തോളമാണെന്ന് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. അവിടെ നിന്നാണല്ലോ ഗോസസ് തിയറത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഫൈയുടെ വാല്യൂസ് നമുക്ക് ആദ്യമേ ഒന്ന് എടുത്തെഴുതിയേക്കാം. ഫൈ ഈക്വൽസ് എത്ര സർഫസ് ആണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു സർഫസ് ഉണ്ട്. നമുക്ക് ഇതിനെ ഫസ്റ്റ് സർഫസ് എന്ന് വിളിക്കാം, ഇതിനെ സെക്കൻഡ് സർഫസ് എന്ന് വിളിക്കാം, ഈ കേർവ്ഡ് സർഫസിനെ തേർഡ് സർഫസ് എന്നും വിളിക്കാം. അപ്പോൾ φ1 പ്ലസ് φ2 പ്ലസ് φ3 ആണ് നമുക്ക് ലഭിക്കേണ്ട ഫ്ലക്സിന്റെ ടോട്ടൽ വാല്യൂ. ഈ φ1 എന്നുള്ളത് മുകളിലത്തെ സർഫസ്, അതിന്റെ ഇക്വേഷൻ എത്രയാണ്? ഇ ഡോട്ട് ഡി എസ്, കറക്റ്റ്, ഒരു 1 എന്നും കൂടെ കിട്ടേക്കാം, പ്ലസ് φ2ന്റെ വാല്യൂ എത്രയാണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 2. അത് രണ്ട് ഈ സർഫസ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു. മൂന്നാമത്തേതോ ഈ കേർവ്ഡ് സർഫസ്, അതിനെ എങ്ങനെ എടുക്കാം? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 3. ഈ ഡി എസ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത ഈ കുഞ്ഞി സർഫസും. അപ്പോൾ ഫൈയുടെ ഇക്വേഷൻ ആണ് കേട്ടോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ഡോട്ട് പ്രോഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഫസ്റ്റ് സർഫസിന്റെ പ്ലസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ 2 ഈ സർഫസിലെ പ്ലസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ 3. ഇനി നമുക്ക് തീറ്റയുടെ വാല്യൂസും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ 1ന് പകരം ഇവിടെ ഉണ്ടായ ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ കോസ് 0 എന്ന് ഇട്ട് കൊടുത്തു, പ്ലസ് ഈ താഴെ ഉണ്ടായ ആംഗിൾ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അങ്ങോട്ട് നോർമൽ, ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും അവിടേക്ക് തന്നെ, അപ്പോൾ ആംഗിൾ അവിടെയും 0 ഡിഗ്രി ആണ്, കോസ് 0 പ്ലസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ്. എന്നാൽ കേർവ്ഡ് സർഫസിൽ ഡി എസിന്റെ ഡയറക്ഷൻ മുകളിലേക്കായിരുന്നു അല്ലെങ്കിൽ താഴേക്കായിരുന്നു, എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ അവിടേക്കുമായിരുന്നു. രണ്ട് കേസിലും പെർപെൻഡിക്കുലർ ആണ്, അതായത് 90 ഡിഗ്രി ആണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിന്റെ വാല്യൂസും കൂടെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. ഇ ഡി എസ് കോസ് 0, കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്കുള്ളി ഇ ഡി എസ് എന്ന് കിട്ടും, പ്ലസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇവിടെയും ഇ ഡി എസ് കോസ് 0 എന്ത് കിട്ടും? ഇ ഡി എസ് എന്നും കിട്ടും. ഇവിടെ എന്ത് കിട്ടും? ഇ ഡി എസ് കോസ് 90, കോസ് 90യുടെ വാല്യൂ എത്രയാണ്? 0 അല്ലേ? അപ്പോൾ ആൻസർ എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇ ഡി എസ് ഇൻറ്റു 0 എന്നാവും, അത് 0 തന്നെയാണ്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് പ്ലസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് എന്നായി മാറും. എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? എക്സ് പ്ലസ് എക്സ് അല്ലേ? എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x ആണ്. അത് തന്നെ നമുക്ക് ഇവിടെ എഴുതാം, 2 ഇൻറ്റു ഇന്റഗ്രൽ ഇ ഡി എസ് എന്നാണ് ഈ ഒരു ആൻസർ നമുക്ക് കിട്ടുക. ഇവിടെ നിന്നും ഒരു കാര്യം കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇയുടെ വാല്യൂ. അപ്പോൾ അതും ഒരു കോൺസ്റ്റന്റ് എം ആണ്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ ഡി എസ് എന്ന് പറയുന്ന കുഞ്ഞി സർഫസിനെ മാത്രമാണ്. ഈ കുഞ്ഞി സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ഷീറ്റിലെ മൊത്തത്തിലുള്ള ഏരിയയും ലഭിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു ഈ ഇനെ വെളിയിലോട്ട് എടുത്തു, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ്. ഓക്കെ ആണല്ലോ? ഈ ഡി എസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി സർഫസ് ഏരിയയെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്താണ് ലഭിക്കുക? നമുക്ക് ടോട്ടലായിട്ടുള്ള ഏരിയ എനിക്ക് ലഭിക്കും. ആ ടോട്ടലായിട്ടുള്ള ഏരിയ ഞാൻ ഇപ്പോൾ എ എന്ന്, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് അങ്ങ് റെപ്രസെന്റ് ചെയ്യാൻ പോവുക. കാരണം ഇനി വരുമ്പോൾ ആ എ അങ്ങ് നൈസായിട്ട് ക്യാൻസൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്ക് വാല്യൂ ഒന്നും എഴുതാതെ, മാത്തമാറ്റിക്കൽ വാല്യൂ ഒന്നും എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ അങ്ങ് എഴുതാൻ പോകുന്നത്. അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ് വിൽ ഗീവ് യു ദ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസിന് വരെ ഞാൻ എന്ത് എഴുതും? 2e എ എന്ന് ഞാൻ എഴുതി വെക്കും. അപ്പോൾ മനസ്സിലായാലോ എന്തുകൊണ്ടാണ് ഞാൻ എ എന്ന് എഴുതിയത്? കുഞ്ഞ് സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എനിക്ക് ലഭിക്കും. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഫൈയുടെ വാല്യൂ. ഫൈ ഈക്വൽസ് 2e. അപ്പോഴേ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈക്വൽസ് 2e എന്ന് നമുക്ക് ലഭിച്ചു. ഇനിയാണ് നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഗോസ് തിയറം? ദ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദി സിസ്റ്റം, ഇൻ ദി സർഫസ്. അത് നമുക്ക് ഇക്വേഷൻ മാത്തമാറ്റിക്കലി ഒന്ന് എഴുതിയേക്കാം അല്ലേ? അപ്പോൾ ഫൈ ഈക്വൽസ്, ഫൈയുടെ വാല്യൂ എന്താണ്? 2e. ഫൈ ഈക്വൽസ് 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ്, അതായത് q/ε0. ഇതാണ് ഗോസ് തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഈ ഫൈന് പകരമല്ലേ 2e എഴുതിയേക്കുന്നത്? അപ്പോൾ 2e എന്ന് നമുക്കൊന്ന് എഴുതിയേക്കാം. 2e ഈക്വൽസ്, ഈ ക്യൂവിന് പകരം ഞാൻ മുമ്പേ ഏരിയൽ ചാർജ് ഡെൻസിറ്റി വെച്ചിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നോ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി? അതെന്തായിരുന്നു? സിഗ്മ ഇൻറ്റു എ. ഞാൻ പറഞ്ഞായിരുന്നു ഗോസ് തിയറം വരുമ്പോൾ നമുക്ക് ഈ സിഗ്മ എ വേണം ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ക്യൂവിന് പകരം ഞാൻ ഇവിടെ സിഗ്മ എ എന്ന് ഉപയോഗിക്കുന്നു. സിഗ്മ എന്താണ്? ഏരിയൽ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന ε0. ഓക്കെ ആണല്ലോ?
2EA ഈക്വൽ സിഗ്മ എ ബൈ എപ്സിലോൺ നോട്ട്. ഈ എയും ഈ എയും അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. അതായത് ഏരിയയായിട്ട് ഈ ഒരു ഇക്വേഷനിൽ ഒരു ബന്ധവും ഇനിയില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഇന്റഗ്രൽ ഡിഎസിനെ ചുമ്മാ എനിക്കിഷ്ടമുള്ള ഒരു ലെറ്റർ കൊണ്ട് അങ്ങ് റെപ്രസെന്റ് ചെയ്ത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒന്നും ഉപയോഗിച്ചില്ലെന്നേ. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേർവ്ഡ് സർഫസിന്റെ സർഫസ് ഏരിയ 2πRL ഇക്വേഷനായിട്ട് തന്നെ എഴുതിയാണ്. കാരണം അത് അവിടെ വേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടിടത്തും എ വരുന്നത് കൊണ്ട് അങ്ങ് ക്യാൻസൽ ആക്കി കളയാം, നോ പ്രോബ്ലം. പിന്നെ ബാക്കി കിടക്കുന്ന എന്താണ്? 2E ഈക്വൽ സിഗ്മ ബൈ എപ്സിലോൺ 0. എനിക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലാർജ് ഷീറ്റ് ഓഫ് ചാർജ്ഡ് പേപ്പർ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ ഈനെ മാത്രം ഞാൻ LHS സൈഡിൽ നിർത്തുന്നു. ഈ വെക്ടർ ഈക്വൽസ് ഈ 2നെ എനിക്ക് താഴേക്ക് എത്തിക്കാമല്ലോ. സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ആര് മൂലം ഉണ്ടാക്കുന്നത്? ഒരു ചാർജ്ഡ് ഷീറ്റ് ഓഫ് പേപ്പർ, ഇൻഫിനിറ്റ്ലി ലാർജ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് ഷീറ്റ് ഓഫ് പേപ്പർ മൂലം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മൂല്യം സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് നമ്മുടെ തിയറി ബോർഡ് എക്സാമിന് വേണ്ടി നമുക്ക് വേണ്ട ഡെറിവേഷൻ പോർഷൻ ആയിരുന്നു. നമ്മുടെ തിയറി എക്സാമിന് സാധാരണ എപ്പോഴും 2 മാർക്കിനോ 3 മാർക്കിനോ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം ആയിട്ട് ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആര് മൂലം ഉണ്ടാക്കുന്നു? നമ്മുടെ ഇൻഫിനിറ്റ്ലി ലാർജ് ആയിട്ടുള്ള ഷീറ്റ് ഓഫ് ചാർജ്ഡ് പേപ്പർ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനേ ചോദിക്കാറുള്ളൂ. പക്ഷേ ഇവിടെയാണ് കോമ്പറ്റീറ്റീവ് എക്സാംസിനെ വ്യത്യസ്തമാക്കുന്നത്. എന്താണ്? അവിടെ തിയറി പോലെ ഡെറിവേഷൻ ഒന്നും ആരും MCQ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറില്ല. ഇവിടെ നിന്നുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആസ്ക് ചെയ്യുന്നത്. അപ്പോൾ ആവക ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത് എന്ന് അതിനുള്ള വഴികൾ നമുക്ക് കാണാം. ഇവിടെ ഞാൻ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ വരച്ചിട്ടില്ലേ? ഈ ഷീറ്റിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റ് ഷീറ്റിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം അടുത്തായിരുന്നു. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്ന മൊബൈൽ സ്ക്രീൻ അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അതിന് തൊട്ട് മുന്നിലായി നിങ്ങളുടെ മുറിയുടെ ഭിത്തി ഉണ്ടെന്ന് കരുതുക. ഒരു ഭിത്തി. ആ ഭിത്തി ഇങ്ങനെയായിരിക്കും ഇരിക്കുക എന്ന് സങ്കല്പിക്കുക. ആ ഭിത്തിന്മേൽ മുഴുവൻ ചാർജസ് ആണ്. ഇതുപോലെ ചാർജസ് എംബഡ് ചെയ്തിരിക്കുകയാണ്. ആ ഭിത്തിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഭിത്തിയിൽ നിന്നും നിങ്ങൾ ഇരിക്കുന്ന ഡിസ്റ്റൻസ് ഏകദേശം കുറവായിരിക്കും. ഭിത്തിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ദൂരം കുറവ് തന്നെ ആയിരിക്കും. സത്യമല്ലേ? നിങ്ങളൊന്ന് നോക്കിക്കേ. ഭിത്തിയിൽ നിന്നും നിങ്ങൾ ഇരിക്കുന്ന ദൂരം ഭിത്തിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ആ ദൂരം നമുക്ക് കുറവ് തന്നെയാണ്. അതായത് ഇതൊരു ഭിത്തിയാണെങ്കിൽ അവിടെ നിന്നും ഞാൻ ഈ പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ പെന്നിന്റെ പൊസിഷൻ ചെറുതാണ്. ഇങ്ങനത്തെ സർഫസിനെ ഇൻഫിനിറ്റ് സർഫസ് എന്ന് വിളിക്കുക. അല്ലാതെ ഇത്രത്തോളം ഭയങ്കര ആകാശം മുട്ടെ വലിപ്പം വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഭിത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ചാർജിൽ നിന്നുള്ള അകലം വെച്ച് നോക്കുമ്പോൾ ആ ഷീറ്റിന്റെ വലിപ്പം കൂടുതലാണെങ്കിൽ അതിനെ ഇൻഫിനിറ്റ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്, ഈ P എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റ് ദൂരത്തിലാണ് വെച്ചിരുന്നത് എങ്കിൽ എത്രത്തോളമായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ? അപ്പോൾ അവിടെ ഒരു താരതമ്യം വരികയാണ്. കാരണം രണ്ടും ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് വേറെ ഇക്വേഷനിലേക്കൊക്കെ കടക്കേണ്ടി വരും. പക്ഷേ ഇതൊരു ലാർജ് ഷീറ്റിൽ നിന്നും ഞാനൊരു കുഞ്ഞു ഭാഗം ഇവിടെ എടുത്തോളൂ. ഈ ലാർജ് ഷീറ്റിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റ് ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇവിടെ നിന്നും ഇവിടെ എടുത്താലോ ഇവിടെ എടുത്താലോ ഇവിടെ എടുത്താലോ എല്ലാം ദൂരം മാറുന്നുണ്ട്. ഈ വലിയ ഷീറ്റിൽ നിന്നും ഈ പോയിന്റുകളുടെ എല്ലാം ദൂരം മാറുന്നുണ്ട്. അങ്ങനെ ദൂരം മാറുമ്പോൾ, അതായത് ഇത് R ആണെന്ന് സങ്കല്പിക്കുക. R ൽ നിന്നും ഒരാറും കൂടെ എടുത്ത് ഞാൻ ഇത് 2R ആയിട്ട് സങ്കല്പിക്കുക. ഇത് ഞാൻ 3R ആയിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ദൂരം ഇരട്ടിച്ചരട്ടിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇരട്ടിച്ചരട്ടിച്ച് പോകുമ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇവിടെ അനുഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇവിടെ അനുഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഓക്കെ ആണല്ലോ. ഈ സർഫസിൽ നിന്നും ഇവിടെ അനുഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇവിടെ അനുഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതായത് ഡിസ്റ്റൻസ് ഇരട്ടിയാക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ നിങ്ങൾ ആൻസർ ഇങ്ങനെ അങ്ങോട്ട് എഴുതും. എൻട്രൻസിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും കിടക്കുക. സപ്പോസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദി ചാർജസ് ഈസ് ഡബിൾഡ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വാല്യൂ? ആൻസർ ഓപ്ഷൻസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. A, it will be twice. B, there will be no change. 3, it will be thrice. And D, it will be halved. അങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് കിടക്കുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കണം. ഈ ഇക്വേഷനിൽ കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എവിടെയെങ്കിലും ആറിന്റെ ഒരു മൂല്യം ഈ ഇക്വേഷനിൽ കിടപ്പുണ്ടോ? അതായത് ആർ ഇവിടെ ഒരു ഫാക്ടറായിട്ട് വന്നിട്ടേ ഇല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? ആർ ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വാല്യൂ ഒരു ഇക്വേഷനിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാല്യൂ ആ ഇക്വേഷൻ മേൽ ഒരു സ്വാധീനവും കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം. അതായത് ഈ പോയിന്റിൽ അനുഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും 5 ഇരട്ടി ദൂരത്തിൽ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഒന്ന് തന്നെയായിരിക്കും. ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ആൻസർ എന്തായിരിക്കും? There will be no change in the electric field intensity even though the distance between the distance from the surface is double dot raised. There will be no change. അതായിരിക്കും ആൻസർ. കാരണം ഇക്വേഷനിൽ ആറിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടേ ഇല്ല. എങ്ങനെയാണ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വലിപ്പം കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ആണോ എന്ന് കാണിക്കുന്നത്. ഈ ഒരു കാര്യത്തിനെ മറ്റൊരു രീതി സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, ഒരു ചാർജിൽ നിന്നും ഇൻഫിനിറ്റ് ദൂരത്തിൽ വരെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വ്യാപിച്ചു കിടക്കും. അതായത് ഇങ്ങനെ ഇതങ്ങ് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു റിങ്ങിനെ കൺസിഡർ ചെയ്യുകയാണ്. മുമ്പ് നമ്മൾ കണ്ടതുപോലുള്ള ഒരു സിലിണ്ടറിക്കൽ റിങ്ങിനെ ഞാൻ അങ്ങ് കൺസിഡർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു റിങ്ങിനെ അങ്ങ് കൺസിഡർ ചെയ്യുകയാണ്. വേണമെങ്കിൽ തന്നെ ഇവിടെ അങ്ങ് കൺസിഡർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ അങ്ങ് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ എല്ലാം കടന്നു പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ എത്രയാണ്? ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അതായത് ദൂരം മാറുന്നതിനനുസരിച്ചെങ്കിൽ പോലും there will not be a change in the electric field intensity. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ. ഈ ഒരു കേസിൽ പ്ലെയിൻ ഷീറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ. അത് നമുക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഡെറിവേഷൻ കണ്ടുപിടിച്ചതിന് ശേഷവും ഞാൻ നിങ്ങളെ കുറച്ച് ബോർ അടിപ്പിച്ച് ലാഗ് ആക്കിയെന്ന് എനിക്കറിയാം. കാരണം എന്റെ അറിവ് പരിമിതമാണ്. ആ അറിവിന്റെ പരിമിതിക്കുള്ളിൽ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ്സ് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് എൻട്രൻസിന്റെ പ്രിപ്പറേഷന്റെ സമയത്തൊക്കെ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. തിയറി പോർഷന് നമുക്ക് ഡെറിവേഷന്റെ അവിടം വരെ ആവശ്യമുള്ളൂ. അത് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡിൽ നിന്നോ നിങ്ങൾക്ക് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇത്രത്തോളമുള്ള കൺസെപ്റ്റ്സ്, എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നമ്മൾ കണ്ടുപിടിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രത്തോളമാണ് ഡിസ്റ്റൻസ് വഴിയായി സ്വാധീനിക്കപ്പെടുന്നത്, ഇതൊക്കെ നമുക്കൊരു ടീച്ചർ അല്ലെ അധ്യാപകൻ പറഞ്ഞു തരുമ്പോൾ മാത്രമേ മനസ്സിലാത്തുള്ളൂ. പല പല അധ്യാപകരിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിക്കുക. ഓരോരുത്തരുടെ അറിവും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ലാഗായിട്ട് കരുതത്തില്ല എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. താങ്ക്